കേരള സ്റ്റോറി സിനിമ പ്രദർശന വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കോൺഗ്രസിനെയും വിമർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഭീകരവാദികളുടെ പക്ഷത്താണെന്ന് പ്രഖ്യാപിച്ചാൽ 10 വോട്ട് അധികം കിട്ടുമെന്ന് കരുതിയാണ് കോൺഗ്രസും CPM-ഉം ചിത്രത്തെ വിവാദമാക്കുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് പ്രദർശനാനുമതി തടയുന്നതിലൂടെ വ്യക്തമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സെൻസർ ബോർഡും കോടതിയും പ്രദർശനാനുമതി നൽകിയ ചിത്രത്തെ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സമീപനമെന്നാണ് വി മുരളീധരന്റെ വിമർശനം. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുമെന്ന് പറയുന്നതിലൂടെ ഭരണഘടനയെ തന്നെ ഇക്കൂട്ടർ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ ആ ചലച്ചിത്രം ഒരു കലാകാരന്റെ സമൂഹത്തിൽ നടക്കുന്ന വിവിധ സംഭവങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്. ആ വീക്ഷണം സമൂഹത്തിന് ഹാനികരമാണെങ്കിൽ അത് നോക്കാൻ നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്, സെൻസർ ബോർഡുണ്ട്, കോടതികളുണ്ട്. അങ്ങനെയുള്ള എല്ലാ വേദികളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചർച്ചകളും പരിശോധനകളും നടന്നതിന് ശേഷമാണ് ഈ സിനിമ തിയേറ്ററുകളിലടക്കം പ്രദർശിപ്പിച്ചത്. ഇപ്പൊ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഒരു സിനിമ ദൂരദർശൻ പ്രക്ഷേപണം ചെയ്യുന്നതിൽ എന്താണ് ഇവരുടെ വേവലാതി എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അവനവന് രുചിയുള്ളത് മാത്രം സംരക്ഷണം ചെയ്താൽ മതിയെന്ന് പറയുന്നത് പഴയകാല കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. കോടതിയിൽ തടയാൻ കഴിയാത്തത് ബഹളമുണ്ടാക്കി തടയാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇടതുപക്ഷത്തിന് ഗുണകരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് രുചികരമായിട്ടുള്ളത്, ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്നത് അതുമാത്രം പ്രദർശിപ്പിക്കണം, അല്ലാത്തതൊന്നും പാടില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പണ്ട് നിലവിലുണ്ടായിരുന്ന സാഹചര്യം, ചൈനയിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യം. ഭരണകൂടത്തിന് ഹിതകരമല്ലാത്ത ഏത് കാര്യം എഴുതിയാലും അങ്ങനെയുള്ള ആളുകളെ തുറുങ്കിലടക്കുന്ന കമ്മ്യൂണിസ്റ്റ് രീതി, ആ പ്രാകൃതമായിട്ടുള്ള രീതി ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് ഒരു സംസ്ഥാനത്തെ ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി സ്വയം ഒന്ന് പരിശോധിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ അവർ പറഞ്ഞത് എന്താണ്, ഇപ്പോഴും അവർ പറയുന്നത് ഭരണഘടനയോട് കൂറേണ്ടതാണ്. കേരള സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ കലാകാരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം നിയമങ്ങൾക്കെതിരാണെങ്കിൽ പരിശോധിക്കാൻ രാജ്യത്ത് സംവിധാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം.